Hi guys, you are watching KP's Excel Tricks. It's me KP Rashik. ഈ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ നമുക്ക് എങ്ങനെ രണ്ട് എക്സൽ ഷീറ്റുകൾ കമ്പയർ ചെയ്യാം എന്ന് നോക്കാം. എനിക്കിവിടെ രണ്ട് വർക്ക് ബുക്കുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. ജനുവരി മന്തിൻ്റെയും ഫെബ്രുവരി മന്തിൻ്റെയും ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജനുവരി മന്തിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് അവരുടെ സ്റ്റോക്ക് ഐറ്റം സെയിൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പാൻസ് എന്ന സ്റ്റോക്ക് ഐറ്റം ജനുവരി മന്തിൽ 7618 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മന്തിൽ പാൻസ് 5453 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ കമ്പയർ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഞാൻ ആദ്യം ജനുവരി മന്തിൻ്റെ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം വ്യൂ ടാബിലെ വ്യൂ സൈഡ് ബൈ സൈഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ രണ്ട് സൈഡിലായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇടത് ഭാഗത്ത് ജനുവരി മന്തും വലത് ഭാഗത്ത് ഫെബ്രുവരി മന്തും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് നമുക്ക് ഒന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു തവണ ഇങ്ങനെ നീക്കിയാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നീക്കാൻ പറ്റും. ഇനി വലിയ ഡാറ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോന്നും നീക്കുന്നത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് സ്ക്രോൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് ചെയ്യേണ്ടത് ഇവിടെ വ്യൂ സിങ്ക്രണസ് സ്ക്രോളിംഗ് എന്ന ഓപ്ഷൻ കാണാം ഇവിടെ. അപ്പോൾ അത് ഞാൻ എനേബിൾ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ നീക്കാൻ കഴിയും. ഓക്കെ, ഇങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റും. ഇത് ചെറിയ ഡാറ്റ ആയതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യകതയില്ല. നമ്മൾ നേരെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇനി വലിയ ഡാറ്റയൊക്കെയാണ് ഈ സിങ്ക്രണസ് സ്ക്രോളിംഗ്, അതുപോലെ തന്നെ വ്യൂ സൈഡ് ബൈ സൈഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് എങ്ങനെ ഒരു വർക്ക് ബുക്കിൽ തന്നെയുള്ള രണ്ട് വർക്ക് ഷീറ്റുകൾ കമ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ എൻ്റെ ഒരു വർക്ക് ബുക്ക് ഉണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഈ വർക്ക് ബുക്കിൽ രണ്ട് വർക്ക് ഷീറ്റ് ഉണ്ട്. ജനുവരി മന്തിൻ്റെയും ഫെബ്രുവരി മന്തിൻ്റെയും സെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാനിതൊന്ന് സൂം ചെയ്യുന്നു. രണ്ടും സെയിൽസ് ഡീറ്റെയിൽസാണ്. ഓക്കെ, ഇതെങ്ങനെ കമ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിന് ചെയ്യേണ്ടത് വ്യൂ ടാബിൽ ന്യൂ വിൻഡോ എന്ന ഓപ്ഷൻ കാണാം. ന്യൂ വിൻഡോ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വ്യൂ ടാബിൽ തന്നെ വ്യൂ സൈഡ് ബൈ സൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും രണ്ട് മന്തായിട്ട് വന്നിട്ടുണ്ട്. ഇടത് ഭാഗത്ത് ജനുവരി മന്തും വലത് ഭാഗത്ത് ഫെബ്രുവരി മന്തും ഇവിടെ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, നമുക്ക് നേരത്തെ ചെയ്ത പോലെ വ്യൂ സൈഡ് ബൈ സൈഡ് എനേബിൾ ചെയ്താൽ നമുക്ക് രണ്ടും ഒരുമിച്ച് ഇവിടെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജനുവരി മന്തിൽ സപ്പോസ് ഞാനിവിടെ ഒരു കളർ അപ്ലൈ ചെയ്യുകയാണ്, യെല്ലോ കളർ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജനുവരി മന്തിലും അതേ കളറിങ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ 23 രണ്ടും കളറിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വ്യൂ സൈഡ് ബൈ സൈഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.